അരുൺ ഓൾ സയൻസ് കോളേജിൻ്റെ വിശാലമായ ക്യാമ്പസിലാണ് ഇപ്പോൾ ഈ പോലീസ് അവിടുത്തെ പൊന്തക്കാടുകളിലും പരിസരങ്ങളിലുമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുട്ടിയും കുടുംബവും കിടന്നിറങ്ങിയിരുന്ന ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന് തൊട്ടടുത്തായിട്ടാണ് ഓൾ സയൻസ് കോളേജ് ഉള്ളത്, റെയിൽവേ ട്രാക്കിനപ്പുറത്ത്. അതുകൊണ്ട് ഇവിടേക്ക് വരാനുള്ള ഒഴിഞ്ഞ ഇടം, ആരും എത്താത്ത സ്ഥലം, അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ സ്ഥലങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നത്. ഇപ്പോൾ പോലീസ് CCTV ക്യാമറകളും ഒപ്പം തന്നെ ഈ ചൈൽഡ് അബ്യൂസ് മായി ബന്ധപ്പെട്ട ഹാബിറ്റൽ ക്രിമിനൽസ് ഈ മേഖലയിൽ ചിലയിടത്തുണ്ട്. അവരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. അവരാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനകം തന്നെ പിടിയിലാകുമായിരുന്നു എന്ന സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നു. കാരണം ഇത്തരം ആളുകളെ പറ്റി പോലീസിന് തന്നെ ഒരു ലിസ്റ്റുണ്ട്. ആ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു. എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ നാടോടി സംഘത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു 5-6 ആളുകൾ അല്ലാതെ മറ്റു പല സ്ഥലങ്ങളിലായിട്ടും താമസിക്കുന്നവരുണ്ട്. അവരാരെങ്കിലും വന്ന് ഈ കുട്ടിയെ കൊണ്ടുപോയതാണോ എന്ന സംശയമുണ്ട്. എന്നാൽ അവർക്ക് എങ്ങനെ വാഹനം ലഭിച്ചു എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ആ ഒരു സംശയവും പോലീസിനെ അലട്ടുന്നുണ്ട്. കാരണം ഈ വലിയ ഉയർന്ന ബിൽഡിങ്ങുകളിലുള്ള തേനീച്ചക്കൂടുകൾ ഇളക്കി മാറ്റുന്ന ജോലിയിലാണ് ഇവർ ഏർപ്പെട്ടിരുന്നത്. കുറേയധികം ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ 6-7 ആളുകൾ കുട്ടികളടക്കമുള്ളൂ. ഇങ്ങനെ ഉറങ്ങിക്കിടന്ന കുട്ടികളുടെ കൂട്ടത്തിൽ പെൺകുട്ടി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ ഈ സംഘത്തെ പരിചയമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. ജനുവരി അവസാനമാണ് ഈ സംഘം കേരളത്തിൽ തെലങ്കാനയിൽ നിന്ന് എത്തിയത് എന്നാണ് പോലീസിനോട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഇതുമായി ഈ സംഘത്തെ പരിചയമുള്ളവർ തുടർച്ചയായി നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായി 4 കുട്ടികൾ കിടന്നുറങ്ങുന്നിടത്ത് നിന്ന് ഈ കുട്ടിയെ മാത്രം ഇടയ്ക്ക് കിടന്നുറങ്ങിയിരുന്ന കുട്ടിയെ മാത്രം കൊണ്ടുപോകാൻ എങ്ങനെ കഴിഞ്ഞു? അപ്പോൾ ഈ സംഘത്തെ പരിചയമുള്ളവരായിരിക്കണം എന്നൊരു സംശയം കൂടി പോലീസിലുണ്ട്. ഈ നിലയ്ക്കുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇവിടെ ഇതര സംസ്ഥാനത്തെ തൊഴിലാളികൾ അടക്കം ധാരാളം അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. മാത്രമല്ല മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ഉള്ള നിരവധി മേഖലകളുമുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥിരമായി ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ആളുകളെ കുറ്റവാളികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും ഈ പ്രദേശത്തിനടുത്തൊക്കെ ഉണ്ട്. ഈ എല്ലാ സാധ്യതകളും ഇതേപ്പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഈ ചൈൽഡ് അബ്യൂസുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തികൾ നേരത്തെ ഏർപ്പെട്ടിരുന്നവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം.